പ്രമേഹ രോഗം, രക്തസമ്മർദ്ദ രോഗം, ബ്രോങ്കിയൽ ആസ്മ, ബ്രോങ്കൈറ്റിസ് അങ്ങനെയുള്ള രോഗങ്ങൾ, സന്ധിവാത രോഗികൾ, കൊറോണറി ആർട്ടറി ബ്ലോക്ക് കണ്ടുപിടിച്ചിട്ട് ആൻജിയോഗ്രാം ചെയ്തിട്ട് ബൈപ്പാസ് വേണം, അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി വിത്ത് സ്റ്റെൻറ്റ് അത് വേണമെന്ന് തീരുമാനിച്ചിട്ടുള്ള രോഗികൾ, ക്യാൻസർ രോഗികൾ, ഇങ്ങനെയുള്ള എല്ലാവിധം രോഗികളും ഇവിടെ ചികിത്സക്കായിട്ട് വരുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ്സ് ഇവിടെ പ്രധാനമായും ഉപവാസത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു ആശുപത്രിയാണ്. ഉപവാസവും അത് കഴിഞ്ഞാൽ ഭക്ഷണ നിയന്ത്രണവും, ഇത് രണ്ടിനുമാണ് മുൻതൂക്കം. അതിൻ്റെ കൂടെ ഹൈഡ്രോതെറാപ്പി, ജലചികിത്സകൾ ചെയ്യുന്നുണ്ട്. മണ്ണ് കൊണ്ടുള്ള ചികിത്സ, വെള്ളത്തിലിരുന്നു കൊണ്ടും കിടന്നുകൊണ്ടുമുള്ള ചികിത്സ, തുണി നനച്ചിട്ട് ഒരു പ്രത്യേക ഭാഗത്ത് ചുറ്റിക്കൊണ്ടുള്ള വെറ്റ് പാക്ക്, അങ്ങനെയുള്ള ചികിത്സകൾ, പിന്നെ സ്റ്റീം ഇൻഹലേഷൻ, പിന്നെ വെയിലുകൊള്ളൽ ഒരു പ്രധാന ചികിത്സയാണ്. പിന്നെ യോഗ, മെഡിറ്റേഷൻ, ഓയിൽ മസാജ്, എറോബിക് എക്സർസൈസസ്, ഇതെല്ലാം ഇവിടെ ചികിത്സക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നാണ് പ്രകൃതി ചികിത്സകർ ആഹ്വാനം ചെയ്യുന്നത്. പ്രഭാതത്തിലെ വെയിലുകായൽ ശരീരത്തിനേറെ ഗുണം ചെയ്യുന്നുണ്ടെന്ന് പ്രകൃതി ചികിത്സകർ പറയുന്നു. ഇവിടുത്തെ ചികിത്സയിൽ വെയിലുകായൽ അഥവാ വെയിലുകൊള്ളൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്.